ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ടാക്സ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് പ്രീവിയസ് ഇയർ. ഈ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിച്ചതാണ്. അപ്പോൾ നമുക്കിതിന് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രീവിയസ് ഇയർ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 3 ആണ്. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 3 പ്രീവിയസ് ഇയർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സിംപ്ലി പ്രീവിയസ് ഇയർ മീൻ ദ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. ദ ഇയർ ഇൻ വിച്ച് ദ ഇൻകം ഈസ് ഏൺഡ്. ഈ ഏത് ഇയറിലാണോ അസസി ഇൻകം ഏൺ ചെയ്യുന്നത് ആ ഇയറിനെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സെക്ഷൻ 3 കൃത്യമായി പറയുന്നുണ്ട്, പ്രീവിയസ് ഇയർ മീൻസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ടു മുമ്പുള്ള വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. സോ ദ കറൻറ്റ് പ്രീവിയസ് ഇയർ ഈസ് 2024 to 2025. It commenced on 1st April 2024 and ended on 31st March 2025. അപ്പം നിലവിലെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് 12 months ബിഗിനിങ് ഓൺ 1st April ഓഫ് എവരി ഇയർ ആൻഡ് എൻഡിങ് ഓൺ 31st March ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ നിലവിലെ പ്രീവിയസ് ഇയർ 1st April 2024 സ്റ്റാർട്ട് ചെയ്തു, 31st March 2025 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് പ്രീവിയസ് ഇയർ എന്ന ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തണം? ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് 1961. It is the year in which income is earned, or it is the year immediately preceding the assessment year. It is the period of 12 months beginning on 1st April of every year and ending on 31st March of the next year. The current previous year is 1st April 2024 to 31st March 2025. The second question is what is assessment year? അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം അസസ് ചെയ്യുന്ന വർഷത്തെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. The first key point is it defined under section 2 subsection 9 of the Income Tax Act 1961. Income Tax Act 1961 section 2 subsection 9 ഇത് ഡിഫൈൻ ചെയ്യുന്നത്. It also a period of 12 months commencing on 1st April of every year and ending on 31st March of the next year. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നതും 1st April, എല്ലാ വർഷവും 1st April സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വർഷം 31st March. സോ ദ കറൻറ്റ് അസസ്മെൻറ്റ് ഇയർ ഈസ് 2025-2026 ആണ്. അപ്പോൾ 1st April 2025 സ്റ്റാർട്ട് ചെയ്തു, 31st March 2026 നിലവിലെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. Simply we can say assessment year is the year in which income of the assessee is assessed. അസസ്സിയുടെ ഇൻകം അസസ് ചെയ്യുന്ന വർഷത്തെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓർ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ഡ്യൂറിങ് ദി അസസ്മെൻറ്റ് ഇയർ.